വീണ്ടും ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെ MDMAക്ക് പണം നൽകാത്തതിനാൽ മാതാപിതാക്കളെ യുവാവ് ആക്രമിച്ച വാർത്ത വരികയാണ്. മലപ്പുറം താനൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. യുവാവിനെ താനൂർ പോലീസ് ഇടപെട്ട് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. നാട്ടുകാർ കൈകാലുകൾ കെട്ടിയിട്ടതോടെയാണ് യുവാവിന്റെ പരാക്രമം അവസാനിപ്പിച്ചത്. ജിഷാദ് വളാഞ്ചേരിയും വിവരങ്ങളുമായി ചേരുന്നു. ജിഷാദ്, അപ്പോൾ കുറെ കാലമായിട്ട് ലഹരിക്ക് അടിമയായിരുന്നു യുവാവ് എന്ന് തന്നെയാണോ ഈ നാട്ടുകാരും ആ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണോ പറയുന്നത്? സ്ഥിതി എന്താണിപ്പോൾ? അപർണ, താനൂർ സ്റ്റേഷൻ പരിധിയിലാണ് ലഹരിക്കടിമയായ യുവാവ് വീട്ടിൽ പരാക്രമം നടത്തിയത്. മാതാപിതാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ ചേർന്ന് കീഴ്പ്പെടുത്തുകയായിരുന്നു. യുവാവിനെ പിന്നീട് പോലീസ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. വർഷങ്ങളായി ലഹരി ഉപയോഗിക്കുന്ന യുവാവ് ലഹരി മരുന്ന് വാങ്ങാൻ പണം ആവശ്യപ്പെട്ട് മാതാപിതാക്കളുമായി സംസാരിക്കുകയായിരുന്നു. ഇത് വഴക്കിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തുടർന്ന് മാതാപിതാക്കളെ മൺവെട്ടികൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് നാട്ടുകാരും അതുപോലെ തന്നെ പ്രദേശവാസികളും ചേർന്ന് തടുത്തു. അമ്മയെ അടക്കം ആക്രമിക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് പോയി. പണം നൽകാൻ വിസമ്മതിച്ചതോടെയാണ് ഈ മൺവെട്ടി ഉപയോഗിച്ച് പിതാവിനെയും ആക്രമിക്കാൻ ശ്രമിച്ചത്. പിന്നീട് മാതാവിനെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ നാട്ടുകാർ ഇടപെട്ട് കൈകാലുകൾ കെട്ടി കീഴ്പ്പെടുത്തുകയായിരുന്നു. വിവരം അറിഞ്ഞെത്തിയ താനൂർ പോലീസ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നീട് യുവാവിനെ കോഴിക്കോട്ടിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു. അപർണ, ജിഷാദാണ് വിവരം. MDMAക്ക് പണം നൽകാത്തത് കൊണ്ട് മാതാപിതാക്കളെ ആക്രമിച്ച യുവാവിനെയാണ് ഡി അഡിക്ഷൻ സെന്ററിൽ നാട്ടുകാർ തന്നെ മുൻകൈയെടുത്ത് എത്തിച്ചത്.